തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി പിടിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബത്തിന്റെ കുട്ടിയെയാണ് പുലി പിടികൂടിയത്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി എന്നാണ് അമ്മ പറയുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സൂരജ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകളെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുലി കടിച്ചുകൊണ്ടുപോയത്. ഇവർ ഈ ജാർഖണ്ഡിൽ നിന്ന് തോട്ടം തൊഴിലിന് വേണ്ടി വന്നതാണ്. ഈ തേയില മേഖലയിലും മറ്റുമൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം ഈ കുട്ടി ഇവരുടെ, അതായത് പച്ചൈമല എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്, വാൽപ്പാറക്കടുത്ത്. ഈ പച്ചൈമലയിലെ ഇവരുടെ വീടിന് സമീപത്ത് ഈ കുട്ടി നിൽക്കുകയായിരുന്നു. വീടിനകത്ത് കുട്ടി ഇരിക്കുകയായിരുന്നു. അമ്മ ഇതിന് സമീപത്തെ ഒരു ജലസംഭരണിയിൽ നിന്ന് ജലം ശേഖരിക്കുന്നതിന് വേണ്ടി പോയ സമയത്താണ് ഈ പുലി വീടിനകത്തേക്ക് എത്തി കുട്ടിയെ കടിച്ചുകൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. കുട്ടിയെ കടിച്ചു വലിച്ച് തേയിലത്തോട്ടത്തിലേക്ക് പുലി മറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ അമ്മ നൽകിയിരിക്കുന്ന, പോലീസിനടക്കം നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ മേഖലയിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ പുലിയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഈ തമിഴ്നാട് വാൽപ്പാറ എന്ന് പറയുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയാണ്. അവിടെ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ പതിവായിരിക്കുന്നു. പുലിയുടെ ആക്രമണം അത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തോട്ടം തൊഴിലാളിയായ സ്ത്രീ അടക്കം പുലി ഇത് സമാനമായ രീതിയിൽ കടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 വയസ്സുകാരിയെ കൂടി സമാനമായ രീതിയിൽ തന്നെ പുലി കടിച്ചുകൊണ്ടുപോയി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. പുലി തന്നെയാണ് ഈ കുട്ടിയെ ആക്രമിച്ചതെന്ന് സംബന്ധിച്ച അമ്മയുടെ മൊഴി മാത്രമാണ് നിലവിൽ വനംവകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാം മുന്നിലുള്ളത്. എന്തായാലും അമ്മയുടെ ഈ മൊഴി മുന്നിലെടുത്തുകൊണ്ട് നിലവിൽ ഈ കുട്ടിക്കായി വ്യാപക തിരച്ചിലാണ് ഈ മേഖലയിൽ ആകെ നടത്തുന്നത്. ഈ തോട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി തെരച്ചിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ വനത്തിനകത്തേക്ക് അടക്കം കടന്നുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്ക്, ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. ടി കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. അമ്മ പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ മേഖലയിൽ മുഴുവൻ, അതൊരു തോട്ടം മേഖലയാണ്, ആ മേഖലയിൽ മുഴുവൻ ഇപ്പോൾ നാട്ടുകാരുടെയും വനംവകുപ്പിന്റെയും തെരച്ചിൽ നടക്കുന്നുണ്ട്.